ഗായ്സ്, അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഫസ്റ്റ് ഞാൻ ഫേസ് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഡോട്ട് ആൻഡ് ഗീയുടെ ഡൂയിറ്റോൾ എന്ന് പറഞ്ഞിട്ടൊരു മോയ്സ്ചറൈസറാണ് പിന്നെ ഞാൻ അപ്ലൈ ചെയ്തത്. എൻ്റെ പൊന്നെ അടിപൊളി സാധനമാണ് ഗൈസ്, വാങ്ങിക്കാനിരിക്കുന്നവരെന്തായാലും വാങ്ങിച്ചോളുക. നല്ല വേർത്തി പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം. നമ്മുടെ സ്കിന്നെ നല്ല ഗ്ലോ ആക്കുന്നുണ്ട്, നല്ല ഹൈഡ്രേറ്റഡ് ആക്കുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണിത്. രാവിലെയൊക്കെ എണ്ണീച്ച് വരുമ്പോഴത്തേനും എൻ്റെ ഫേസിലെന്ന് വെച്ചാൽ നല്ലൊരു പഫ്നെസ് കാണും. ആ ഒരു പഫ്നെസ് കുറയ്ക്കാനായിട്ട് ഞാൻ നല്ലപോലെ ഇവിടെ മസാജ് ചെയ്യുന്നുണ്ട് ഫേസ്. മോയ്സ്ചറൈസർ ഇട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു പഫ്നെസ്സൊക്കെ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്തു. ലിപ്പ് നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത്. പിന്നെ എൻവൈബയുടെ ഈ 4-in-1 പ്രൈമർ എനിക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ലടാ. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. നമ്മുടെ ഈ ഫേസിലിടുമ്പോഴത്തേനും നല്ല ഒരു മിനുസമാണ്. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ തെന്നിപ്പോവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രൈമർ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ മുഖത്ത് കുരുക്കളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്ക് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പ്രോഡക്റ്റും അപ്ലൈ ചെയ്യുമ്പോഴത്തേനും കുറച്ച് ടൈം അത് അങ്ങനെ തന്നെ ഫേസിൽ വെക്കുക. നമ്മുടെ ഫേസിൽ അത് അബ്സോർബ് ആകാനുള്ള ടൈം കൊടുക്കുക കേട്ടോ. പിന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഒരു സൈഡിൽ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത സൈഡ് ഇടുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫേസിൽ അത് അബ്സോർബ് ആയി കിട്ടും. പിന്നെ ഈ പിരിപിരാന്ന് നിൽക്കത്തുമില്ല. അങ്ങനെ പിരിപിരാന്ന് നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ഫേസിൽ എന്തോ ഒരുപാട് പുട്ടി വാരി അടിച്ച ഒരു ഫീല് വരും. എനിക്കത് വലിയ താല്പര്യമില്ല. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് അത് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ട്രെൻഡിങ് നമ്പർ 1 ആയിട്ട് വന്നൊരു പ്രോഡക്റ്റാണ് ഈ ഒരു എൻവൈബയുടെ സ്ട്രോബെറി. നല്ലൊരു ഗോൾഡൻ ഗ്ലോ ആണ് ഇത് നമ്മുടെ ഫേസിന് തരിക. സോ ഞാനത് അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തു. ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ലിപ്പ് ലൈനറാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. നമ്മുടെ ലിപ്പിന് നല്ലൊരു ഡെഫിനിഷൻ കിട്ടും ലിപ്പ് ലൈൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും. ഈ ഒരു ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ തപ്പി നടക്കാത്ത കടകളില്ല. ഈ 043 എന്ന് പറയുന്നൊരു ഷെയ്ഡ് ഉണ്ടല്ലോടാ, അടിപൊളി ഷെയ്ഡാണ്. മീഡിയം സ്കിൻ ആയിക്കോട്ടെ, ഡസ്കി സ്കിൻ ആയിക്കോട്ടെ, ഫെയറി സ്കിൻ ആയിക്കോട്ടെ, എല്ലാവർക്കും ഇത് ഒരുപോലെ സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയാണ് മെയിൻ പരിപാടി, കണ്ണെഴുതൽ. കണ്ണെഴുതിയില്ലെങ്കിൽ എന്നെ കാണാനൊരു ബർക്കത്തില്ലടാ. സോ ഞാൻ എല്ലായിടത്തും പോകുമ്പം മെയിനായിട്ടും കണ്ണാണ് എഴുതാറ്. കണ്ണ് എഴുതുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ഐശ്വര്യമാണ് മുഖത്തിന്. എനിക്കങ്ങനെയാണ് ഫീലാകാറ്. സോ ഞാൻ വാട്ടർ ലൈനോട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മളിവിടെ കണ്ണ് നല്ല പോലെ ഒന്ന് ഡിഫൈനായിട്ട് നിൽക്കും. പിന്നെ ഞാനൊരു മസ്കാര ഇടുന്നുണ്ട്. ഇത് വന്നിട്ട് ഡാസ്ലറിൻ്റെ മസ്കാരയാണ്. നമ്മുടെ ഐലാഷസൊക്കെ നല്ലപോലെ വിടർന്ന് നിൽക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെൻ്റെ ഇക്ക ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ് ഗൈസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി ഹെയർ സ്റ്റൈൽ ചെയ്യണം. സോ ഞാൻ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് 2 സൈഡ് എടുത്ത് കെട്ടുകയാണ് ചെയ്തത്. ബാക്കിലോട്ടാക്കിയിട്ട് ടിക് ടിക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് വെച്ചിട്ട് ടക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഷോർട്ട് ഹെയർകാർക്ക് ഇത് അടിപൊളിയായിരിക്കുമേ. പിന്നെ ഈ ഒരു 2 മുടി അത് ഫ്രണ്ടിലോട്ട് കിടക്കണം, അത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് ആടാ. പിന്നെ ഞാൻ സെറം അപ്ലൈ ചെയ്തു. സെറം അപ്ലൈ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മുടി പടർന്ന് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറ്. അത് ഒരു വാച്ച് കൂടി കെട്ടിക്കൊടുത്തു. അപ്പുറത്തെ കയ്യിൽ ഇക്കായിട്ട വളയും മോതിരമുണ്ട്. അതുകൊണ്ട് വേറൊരു ആക്സസറീസും ഞാൻ യൂസ് ആക്കാനില്ല. അപ്പോൾ അതേ തട്ടവും കൂടി ഇട്ട് സെറ്റായി. അപ്പം ഞാൻ കല്യാണത്തിന് പോയിട്ട് വരാം കേട്ടോ. ബൈ ഗായ്സ്.